ഞാൻ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിനി പറയുന്നവരുടെ ഇതാണോന്ന് അറിയത്തില്ല. ജർമ്മൻസ് ഭയങ്കര ആരഗന്റ് ആണ്. നമുക്ക് അവരുമായിട്ട് അടുക്കാൻ ഭയങ്കര പാടാണ്. അവര് നമ്മളെ കൂടെ കൂട്ടില്ല. അങ്ങനെയുണ്ടോ? നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തെ രീതികൾ, അവരുടെ കൾച്ചർ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യണം. കുറച്ചൊക്കെ അവരുടെ രീതിയിൽ തന്നെ നമ്മളവിടെ അത് അപ്ലൈ ചെയ്ത് നമ്മൾ ജീവിക്കാനും നോക്കണം. എന്ന് പറഞ്ഞ് മോശമായുള്ള കാര്യങ്ങളല്ല. അവർക്ക് നല്ല നല്ല ശീലങ്ങളുണ്ട്. നല്ല ഡിസിപ്ലിനുള്ള ആൾക്കാരാണ്. അവർ അവർ പെട്ടെന്ന് ആരോടും കൂട്ടുകൂടുകയില്ല. അത് ശരിയാ. പക്ഷേ നമ്മളെ അവർക്ക് ബോധിച്ചെന്ന് കാണുവാണെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് അവരെവിടെയെങ്കിലുമൊക്കെ പോകും. എവിടെ വേണേലും പോയി എന്തും ചെയ്തു തരും. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ആൾക്കാരാണ്. അതിനുവെച്ച് അവരെ സംബന്ധിച്ച് അവർ 2 യുദ്ധങ്ങൾ അനുഭവിച്ചവരാ. അവരുടെ തലമുറകളാണ് ഇപ്പോൾ ഇങ്ങനെ അവിടെ ജീവിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ആ സമയത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ട് ഓർക്കുമ്പം അവർ നമ്മളെപ്പോലുള്ളവർ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര വാം വെൽക്കമിങ് ആയിട്ടാണ് അവർ നമ്മളെ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അരോഗൻസ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അവരെ കൊള്ളുകയില്ല. നമ്മളങ്ങനെയാണ്. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ചെറിയൊരു അരോഗൻസ് ഉണ്ടല്ലോ. ഞാൻ ഇന്നിടത്തെ ഇന്നയാളുടെ മോള് അല്ലെങ്കിൽ ഇന്നയാളുടെ മോന് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോരുന്നത്? അങ്ങോട്ട് പോകുന്നത് എന്തിനാ? നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിൽക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് പക്ഷേ ഞാൻ ചെന്ന അന്ന് മുതൽ എനിക്ക് ജർമ്മൻകാരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. വളരെ റെയറായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വളരെ റെയറാണ്. അതെല്ലാ നാട്ടിലും എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വളരെ എന്നാ പറയുന്നത്, പരിശ്രമശാലികളാണ്. അപ്പം നമ്മുടെ ഈ മടിയും കാര്യങ്ങളൊന്നും അവിടെ അത് പറ്റൂല. ഞാൻ ചെയ്തില്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവനെ കൊണ്ട് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ പറയും ഇന്നല്ലെങ്കിൽ വേണ്ടെന്നേ നാളെ ആകട്ടെ. നമ്മൾ ചില ഫിലിമുകളുടെ ഡയലോഗ് കേൾക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ അവരങ്ങനെയല്ല. അതാത് ദിവസത്തെ കാര്യങ്ങൾ അതാത് ദിവസം ചെയ്ത് അവർ എന്നാ പറയുന്നത്, പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളിവിടുന്ന് ചെല്ലുന്ന പിള്ളേർ അരങ്ങങ്ങളൊക്കെ ഇച്ചിരി വഷളാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിനും ഇപ്പോൾ തടയിട്ടോണ്ടായിരിക്കുന്നത്. അവര് ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വരുന്നതിലൊക്കെ കുറച്ചും കൂടി അവര് ശ്രദ്ധ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്.